രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാഹുലിന് തുണയായി നിയമസഭയിലേക്ക് കൂട്ടുവന്ന യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ KPCCക്ക് 100 കണക്കിന് പരാതികൾ കിട്ടി. സ്ത്രീവിരുദ്ധ നിലപാടിനൊപ്പം പരസ്യമായി നിന്ന ഷജീറിനെതിരെ നടപടി വേണം എന്നാണ് പരാതികളിൽ ആവശ്യം. പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ നേമം ഷജീർ ശ്രമിച്ചെങ്കിലും സതീശൻ കാണാൻ കൂട്ടാക്കിയില്ല. ഇതിനെല്ലാം ഇടയിലും സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉടൻ പാലക്കാടെത്താനും രാഹുൽ കരുനീക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പാർട്ടിയും പാർലമെന്ററി പാർട്ടിയും എടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസിന് ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ അവസരമുണ്ടാക്കി. രാഹുലിന് സഭയിലെത്താൻ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന തീരുമാനം കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ്. എന്നാൽ രാഹുലിന് തുണയായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ് സഭയിലെത്തിയത്. ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല. നാളെ പാർട്ടിക്ക് ഇരട്ടത്താപ്പ് എന്ന ആരോപണമുയരും. അതുകൊണ്ട് ജില്ലാ പ്രസിഡന്റിനെതിരെ പാർട്ടി ശക്തമായ നടപടി കൈക്കൊള്ളണം. ഇതാണ് നേമം ഷജീറിനെതിരെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ ഇമെയിലിൽ അയച്ചു കിട്ടിയ പരാതികളുടെ ഉള്ളടക്കം. വിവിധ തലങ്ങളിലെ ഭാരവാഹികളും പ്രവർത്തകരും KPCC പ്രസിഡന്റിന് കൂട്ടായി തീരുമാനിച്ച് പരാതി അയച്ചു. പകർപ്പുകൾ പുറത്തുവിട്ട് സസ്പെൻഷനിലുള്ള ലൈംഗികാരോപണ വിധേയനൊപ്പവും അയാളുടെ കൂടെ നിൽക്കുന്നവർക്കൊപ്പവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. പരാതി പ്രവാഹത്തിന് പിന്നാലെ നേമം ഷജീർ VD സതീശന്റെ നിയമസഭയിലെ മുറിക്ക് മുന്നിലെത്തി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചു. സതീശൻ സഭയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ പിന്നാലെ ചെന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് നിൽക്കാൻ കൂട്ടാക്കിയില്ല. സഭയിൽ വന്ന് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് KPCC നേതൃത്വം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും സഭയിലെത്തിയില്ല. അടൂരിലെ വീടിനുള്ളിൽ ഇപ്പോഴും ആർക്കും മുഖം കൊടുക്കാതെ തുടരുകയാണ് മാങ്കൂട്ടത്തിൽ. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ സജീവമാകാനാണ് ശ്രമം. മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്ത കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പിന്തുണച്ച് മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മുമ്പ് എടോ വിജയ എന്ന് വിളിച്ചിരുന്ന മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിച്ചു തുടങ്ങിയെന്നും ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിട്ടുണ്ടെന്നുമാണ് പോസ്റ്റിന് താഴെ കുമിയുന്ന കമന്റുകൾ. പാലക്കാട് MLA എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും മാങ്കൂട്ടത്തിൽ സജീവമാക്കി. മണ്ഡലത്തിലെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ച് മന്ത്രി K രാജന് നൽകിയ കത്തിന്റെ പകർപ്പ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടു. തഞ്ചത്തിൽ തക്കം നോക്കി പാലക്കാടെത്താനും മാങ്കൂട്ടത്തിലും അയാളെ പിന്തുണയ്ക്കുന്ന സംഘവും പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ പാലക്കാട് ഉണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് മാങ്കൂട്ടത്തിന് സംരക്ഷണം തീർക്കാൻ താത്പര്യമില്ലെന്ന് DCC അധ്യക്ഷൻ A തങ്കപ്പൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വന്നില്ലെങ്കിലും പാർട്ടിക്ക് ക്ഷീണമൊന്നുമില്ല എന്ന നിലപാടിലാണ് DCC. അതേസമയം A ഗ്രൂപ്പിലെ ഒരു വിഭാഗവും ഷാഫി പക്ഷവും ചേർന്ന് മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെത്തിക്കാൻ പദ്ധതികൾ മെനയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുള്ള പെൺകുട്ടികൾ ധൈര്യമായി വന്ന് മൊഴി നൽകണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീ ദേവി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പരാതിയിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് ഇത്തരക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കും. പരാതി നൽകാതിരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സതീദേവി പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.